നടാ ഒരു കട്ടൻ കുടിക്കേ. വേണ്ട സാർ. കുടിക്കടാ അങ്ങോട്ട്. തൊണ്ട വരണ്ട് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. കുടിച്ചോ. എടാ നീ ചെറുപ്പാ. നീ ഇതിൽ നിരപരാധിയാണെന്നും ലോറി ഓടിച്ചിരുന്നത് നീയല്ലെന്നും അത് വിഷ്ണു ആയിരുന്നുവെന്നും ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. ചന്ദ്രബോസ് സാറിന്റെ ടാർഗറ്റ് വിഷ്ണുവാണ്. വിഷ്ണുവിനെ ഈ ലോക്കപ്പിനകത്ത് കിട്ടാൻ വേണ്ടി സാർ എന്ത് കളിയും കളിക്കും. അതിന് തടസ്സമായി നിൽക്കുന്നത് നീയാണെന്നറിഞ്ഞാൽ അയാൾ നിന്റെ പരിപ്പിളക്കും. വെറുതെ ഈ ചെറുപ്രായത്തിൽ പണിയരന്ന് വാങ്ങണം. നീ മാന്യമായിട്ട് ഉള്ള സത്യം തുറന്നു പറഞ്ഞ് തടിയൂരി പോകാൻ നോക്ക്. ആത്മാർത്ഥതയുടെ പേരും പറഞ്ഞ് കൂമ്പിനിട്ടൊക്കെ ഇടി വാങ്ങിക്കൂട്ടിയ വയ്യാതാവുമ്പോ ഒരാളും ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. നിന്നെ ഇവിടുത്തെ ചക്രശ്വാസം വലിപ്പിക്കാനുള്ള പ്ലാനും പദ്ധതിയും ഇട്ടിട്ടാ ചന്ദ്രബോസ് സാർ പുറത്തേക്ക് പോയത്. സാറ് തിരിച്ചു വരുന്നതിന് മുമ്പ് നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചുറപ്പിക്കേ. വെറുതെ ഉള്ള ജീവിതം ഹോസ്പിറ്റൽ വരാന്തയിൽ നിരങ്ങി തീർക്കണ്ടെങ്കിൽ ആ വിഷ്ണു എവിടെയുണ്ടെന്നുള്ള കാര്യം നീ പറഞ്ഞിട്ട് സ്ഥലം കാലിയാക്കാൻ നോക്ക്. കൊള്ളാം സാർ. എന്താ നേടാ ഇത്? എല്ലാം കുറച്ച് ബിരിയാണി കൂടെ മേടിച്ചു കൊടുക്കാൻ മേലായിരുന്നോ? അല്ല സാർ, ഞാൻ പിന്നെ ഇവന് തൊണ്ട വരണ്ടോന്ന് പറഞ്ഞപ്പോ. തന്നെയൊക്കെ ആരാടോ ഈ പോലീസിലിടുന്നത്? വെറുതെ ഡിപ്പാർട്ട്മെന്റിന് പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. കഷ്ടം. എടോ വല്ല അനാഥാലയം നടത്തിയപ്പോ പള്ളിയിൽ അച്ഛനോടം നോക്കാവുള്ളവരൊക്കെ പിടിച്ച് ഡിപ്പാർട്ട്മെന്റിൽ കയറ്റിയിട്ടും ഈ കിടക്കുന്നുണ്ടല്ലോ ഇവനെ പച്ചവെള്ളം കിടത്തിന് പിടിച്ചോണ്ടൊന്നല്ല, പിരിറ്റി കിടത്തിനാ. അറിയണോ നിനക്ക്? ആളെ കൊല്ലി. എടോ അപ്പൊ ഇവനെയൊക്കെ നന്മയുടെ ഭാഷ ഉപദേശിച്ചാൽ പറ്റില്ല. അതിനെ തിന്മയുടെ ഭാഷകൾ ഉണ്ടാക്കണം. മനസ്സിലായടോ? അത് തനിക്കറിയാൻ പാടില്ലെങ്കിലേ ഞാൻ കാണിച്ചു തരാം. കണ്ടു പഠിച്ചോ. ഇനിയുള്ള സമയത്തെങ്കിലും ഉപകാരപ്പെടട്ടെ.